യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിക്കുന്ന UPSC സീരീസ് ആയ എക്സാം 2026 ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറങ്ങി. ഈ വർഷം ആകെ 451 ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിയമനം UPSC മുഖേനയാണ് നടത്തുന്നത്. അക്കാദമി അടിസ്ഥാനത്തിലുള്ള ഒഴിവുകൾ നോക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 100 ഒഴിവുകൾ, ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ 26, എയർഫോഴ്സ് അക്കാദമിയിൽ 32. ഓട്ട ചെന്നൈ മെൻ വിഭാഗത്തിൽ 275, ഓട്ട ചെന്നൈ വിമൻ വിഭാഗത്തിൽ 18 ഒഴിവുകളാണ് ഉള്ളത്. വിദ്യാഭ്യാസ യോഗ്യത അക്കാദമി അനുസരിച്ച് വ്യത്യസ്തമാണ്. ഓട്ട വിഭാഗങ്ങൾക്ക് അംഗീകൃത സർവകലാശാലയിലെ ഏതെങ്കിലും ഡിഗ്രി മതി. എയക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമാണ്. എയർഫോഴ്സ് അക്കാദമിക്ക് ഫിസിക്സ്, മാത്സ് ഉള്ള ഡിഗ്രിയോ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ വേണം. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. പ്രായപരിധി 2027 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ്. ഈന വിഭാഗങ്ങൾക്ക് 19 മുതൽ 24 വയസ്സ് വരെ. എയർഫോഴ്സ് അക്കാദമിക്ക് 20 മുതൽ 24 വയസ്സ് വരെ. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവർക്ക് 26 വയസ്സ് വരെ ഇളവുണ്ട്. ഓട്ട മെൻ വിമൻ വിഭാഗങ്ങൾക്ക് 19 മുതൽ 25 വയസ്സ് വരെ. ശമ്പള വിവരങ്ങൾ വളരെ ആകർഷകമാണ്. പരിശീലന കാലത്ത് തന്നെ 56,100 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ലെഫ്റ്റനന്റ് റാങ്കിൽ 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെ ശമ്പളമുണ്ട്. മിലിറ്ററി സർവീസ് പേ ആയി 15,500 രൂപ ലഭിക്കും. കൂടാതെ DA, ഡ്രസ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് എന്നിവയും ലഭിക്കും. ജനറൽ OBC മേൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ ഫീസ് 200 രൂപ ആണ്. അപേക്ഷ ആരംഭിച്ചത് 2025 ഡിസംബർ 10 അവസാന തീയതി 2025 ഡിസംബർ 30 വൈകിട്ട് 6 മണി വരെ. എഴുത്ത് പരീക്ഷ 2026 ഏപ്രിൽ 12 നടക്കുക. ഫലം മെയ് 2026 പ്രതീക്ഷിക്കുന്നു. ഈന, എയർഫോഴ്സ് അക്കാദമി വിഭാഗങ്ങൾക്ക് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, എലമെന്ററി മാത്തമാറ്റിക്സ് 3 പേപ്പറുകളാണ് ഉള്ളത്. ഓരോ പേപ്പറിനും 100 മാർക്ക് വീതം. ആകെ 300 മാർക്ക്. ഓട്ട വിഭാഗത്തിന് ഇംഗ്ലീഷ്, GK മാത്രമാണ്. ആകെ 200 മാർക്ക്. തിരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ്. ആദ്യം UPSC നടത്തുന്ന എഴുത്ത് പരീക്ഷ, രണ്ടാമതായി SSB ഇന്റർവ്യൂ 2 ഘട്ടങ്ങളിലായി നടക്കും. അവസാനം മെഡിക്കൽ എക്സാമിനേഷൻ. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. അപേക്ഷിക്കാൻ UPSC online.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.